Once again, welcome back to my video blog. My name is Sibad Rahman. ഇന്റർനെറ്റ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിന്ന് ഒരു ആപ്ലിക്കേഷൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ Paytm തന്നെ. Paytm വഴി നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിലെന്താണ് എക്സൈറ്റ്മെൻറ്റ് ഉള്ളത് എന്ന്. ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ആൻഡ്രോയിഡ് ഫോണിലും iOS ഫോണിലും Paytm അവൈലബിൾ ആണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. ഓൾറെഡി ഇതിക്ക് മുമ്പ് പല എൻ്റെ യൂട്യൂബ് സുഹൃത്തുക്കളും ഇതെങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ബാങ്കുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുക എന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഓക്കെ, റീചാർജ് ഓർ പേ ഫോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും എവിടെയാണ് നമ്മുടെ സ്റ്റേറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഒബിയസ്ലി നമ്മൾ കേരളത്തിലായതുകൊണ്ട് നമുക്ക് KSEB തന്നെ സെലക്ട് ചെയ്യാം. KSEB ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, KSEB സെലക്ട് ചെയ്തു. അതിനുശേഷം KSEBയിൽ നിന്ന് എല്ലാ 2 മാസം കൂടുമ്പോഴും ഇതുപോലെ ഒരു ബില്ല് നമുക്ക് വരുന്നതാണ്. ഈ ബില്ലിൽ ഈ കാണുന്നതാണ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കേണ്ട നമ്പർ. ഈ നമ്പർ ഞാനിവിടെ എൻട്രി ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞാൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. 2000 ഡൺ. 2000 ഡൺ. അതിനുശേഷം ഓഫറുകൾ Paytm തന്നെ ആദ്യം ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഓഫറുകളൊക്കെ പറയുന്നുണ്ട്. അത് ഓഫറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഫർ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കി ആ ഓഫർ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ദെൻ അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ KSEB ബില്ല് പേ ചെയ്ത് കഴിഞ്ഞു. വളരെ പെട്ടെന്നാണ് ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ ഈ ആപ്ലിക്കേഷനിലൂടെ പേ ചെയ്ത് കഴിഞ്ഞത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എത്ര ടൈമാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തത്. മാക്സിമം പോയാൽ 1 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റാണ് ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടി ഞാൻ എടുത്തത്. ഇങ്ങനെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന്, ഞാൻ എവിടെയെങ്കിലും കാലിക്കറ്റാണ് ജോലി ചെയ്യുന്നതെങ്കിൽ കൊച്ചിയിലുള്ള KSEB ബില്ല് എങ്ങനെ അടക്കാൻ പറ്റുക? ഞാൻ ആരെങ്കിലും ഏൽപ്പിക്കണം, അതല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ ഏൽപ്പിക്കണം, അവർ പോയോ അവരെത്തിയോ എന്നുള്ള ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടാകും. പക്ഷേ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമൊക്കെ സേവ് ചെയ്യാനൊക്കെ സഹായകരമാകും. ഇതൊരു ചെറിയൊരു ഇൻഫർമേഷനാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ അവസാനം വരെയാണ് ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നമ്മുടെ ജീവിതത്തിൽ ടൈം സേവ് ചെയ്യാൻ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നത്, ഒരു അറിവ് മാത്രം. നിങ്ങൾ ഇതുപോലെ തന്നെ ഈ അറിവുകൾ നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എന്തായാലും ടെക്നോളജി പരമായിട്ടുള്ള ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസ്, അതുപോലെ പ്രോഡക്റ്റ് റിവ്യൂ, നമ്മൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള വെബ്സൈറ്റൊക്കെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു ദ നെക്സ്റ്റ് ടൈം. ബൈ.